ആഗ്രഹമാണ് ഇരവിപുരം മേൽപ്പാലം എന്നുള്ളത്. ആ മേൽപ്പാലം 2016 ഞാൻ മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് മുമ്പായ നൽകിയൊരു വാഗ്ദാനമാണ്. ഇത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കും എന്നൊരു വാഗ്ദാനം. അതിന്റെ ഭാഗമായി തന്നെ ഞാൻ MLA ആയി വന്നതിന് ശേഷം അവതരിപ്പിച്ച ഫസ്റ്റ് ബഡ്ജറ്റിൽ തന്നെ ഇരവിപുരം മേൽപ്പാലത്തിന് തുക വകയിരുത്തി. തുടർന്ന് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച കിഫ്ബി പദ്ധതി, ആ കിഫ്ബി പദ്ധതിയിലെ 1ാം ഘട്ടത്തിൽ തന്നെ ഈ പദ്ധതിക്കായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു. 4 അപ്പുറവും ഇപ്പുറവും 4 8 അത് റെയിൽവേ ആയിരുന്നു ഇതിന് ചെയ്തത്. അതേസമയം വയനാട് നമ്മൾ ചെയ്യാൻ മുമ്പാണ് അത് പൂർത്തീകരിച്ച് നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ അത് പൂർത്തീകരിക്കാൻ നേരത്തെ തീർക്കാൻ വേണ്ടിയുണ്ട്. അപ്പൊ പിന്നെ ചിലര് വർത്തമാനം പറയുന്നതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം ആയിട്ടുള്ളത് എന്നുള്ള വിഷയമാണ്. ഇപ്പൊ പിന്നെ വൈകി എന്ന് ചിലര് പറയുന്നു. അപ്പൊ എന്ത് ഉദ്യോഗസ്ഥരുടെയും പൈസ അടയ്ക്കണം, KSEBക്കുള്ള പൈസ അടയ്ക്കണം. ചിഞ്ചോറാണിയെ ആദരപൂർവം നിങ്ങളുടെ അഭിപ്രായം. ഇന്ന് ഇതിന് തൊട്ടു മുമ്പ് നമ്മുടെ കൊട്ടാരക്കര പ്രിയപ്പെട്ട സഖാവ് ബാലഗോപാൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു വലിയ പരിപാടിക്ക് അവിടെയും ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ഒരുപാട് കാലഘട്ടത്തിലെ ഒരു ആവശ്യമായി, ഇവിടുത്തെ ജനങ്ങളുടെ ഒരുപാട് കാലഘട്ടത്തിലെ ഒരു ആവശ്യമായിരുന്നു ഒരു മേൽപ്പാലം. നമ്മൾ പലപ്പോഴും ഇവിടെ പള്ളിമുക്ക് അടച്ചിടുമ്പോഴും ഇത്രയും വലിയ ട്രാഫിക് ഉണ്ടാകുമ്പോഴും നമ്മൾ ഒന്നിൽ കോളേജ് ജംഗ്ഷൻ, അല്ലെങ്കിൽ പോളയത്തോട്, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജംഗ്ഷൻ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ നമ്മൾ ഇതിനകത്ത് കയറുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ എസ്റ്റിമേറ്റും ASഉം TSഉം ഒക്കെ കിട്ടിയത് നമുക്കറിയാം ഈ ഗവൺമെന്റ്, 2ാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. 2021 ശേഷമാണ് നമുക്കറിയാം ഇതിന്റെ ബാക്കിയുള്ള നടപടികൾ മുഴുവൻ പൂർത്തീകരിച്ച് കരാർ ഒപ്പിട്ടത്, അത് കോൺട്രാക്ടർ അതിന്റെ ഡിസൈനിങ്ങും ഡ്രോയിങ്ങും ഒക്കെ സമർപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയും. കേരളത്തിന്റെ കടം നമുക്കറിയാം, ഇങ്ങനെ അതിനൊരു പരിധി നിശ്ചയിക്കുവാൻ മുന്നോട്ട് വന്നപ്പോഴും ഈ കേരളത്തിലെ ഗവൺമെന്റ് തനത് ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് കിഫ്ബി ഫണ്ട് കൂടുതൽ നമുക്ക് കേരളത്തിൽ ഉപയോഗിച്ച് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും. ആ തൊഴിൽ കൊടുക്കുവാൻ ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. IT പാർക്കുകൾ, 10,000 സംരംഭങ്ങൾക്ക് തുടക്കമിട്ട ഒരു വർഷമാണ് 2022. പൂർത്തിയാക്കിയ റെയിൽവേ മേൽപ്പാലം എല്ലാവരുടെയും അനുമതിയോടെ ആളുകൾ സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. മേൽപ്പാലം നിർമ്മിക്കുന്നതിന് 32 കോടി രൂപ കിഫ്ബി മുഖേന അനുവദിച്ചു. 10 മീറ്റർ വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ റെയിൽവേ മേൽപ്പാലത്തിൽ 14 സ്റ്റാൻഡുകളാണുള്ളത്. ഓരോന്നും ഗവൺമെന്റുകൾ. നമ്മുടെ കേരളം വാഹന സാധ്യത ഏറ്റവും കൂടിയ നാടാണ്. യാത്രക്കിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി പലയിടത്തുമുള്ള റെയിൽവേ ക്രോസുകളാണ്. പല യോഗങ്ങളിൽ സംസാരിക്കാറുണ്ട് കൊല്ലം നഗരത്തിലെ. കൊല്ലം നഗരക്കാർക്ക് പലപ്പോഴും ഈ പള്ളിമുക്ക്, കോളയത്തോട്, കോളയ ജംഗ്ഷൻ തൊട്ട് ഇങ്ങോട്ട് പലപ്പോഴും അസൂയ തോന്നാറുണ്ട് കൊല്ലക്കാർക്ക്. കൊല്ലം നഗരക്കാരെല്ലാം തകർന്ന് തരിപ്പണമായപ്പോഴും ശരിക്കും വികസനങ്ങളൊക്കെ നടന്നത് കോളയ ജംഗ്ഷൻ തൊട്ട് ഇങ്ങോട്ടാണ്. ധാരാളം കടകളും ധാരാളം സ്ഥാപനങ്ങളും. രാത്രി ഇപ്പോ BMNBC റോഡ് കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിന് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പൊ അത് 60% ആയി എന്ന സന്തോഷകരം അറിയിക്കുന്നു. 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്.
ദേശീയപാത 66 മുടങ്ങിപ്പോയ പദ്ധതിയാണ്. എന്നാൽ 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കൂടുതൽ പണം കേന്ദ്ര സർക്കാർ തരാതെ ഈ പദ്ധതി മുന്നോട്ട് പോകില്ല എന്ന സ്ഥിതി ചർച്ച ചെയ്തെങ്കിലും ഫണ്ട് കൂടുതൽ തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതിയാണ്. വണ്ടി പോയല്ലോ, എന്റെ വണ്ടി ഇതുവരെ